ജോക്കുനെയും കൊണ്ട് അവള് ചേച്ചിയും ചേട്ടനും താമസിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ, അവിടേക്കാണ് വന്നത്. റൂമിൽ ആകെ സൈലൻസ്, ഓപ്പൺ ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് കൊറിയർ, കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, അവരില്ലാത്ത അവരുടെ ഒരു സൗണ്ട് പോലും ഇല്ലാത്ത റൂംസ്. ചേച്ചിയോടന്ന് ദേഷ്യപ്പെട്ടത് ഇവളായിരുന്നല്ലോ. എന്നിട്ട് ചേച്ചി സോറി നോട്ട്സ് എഴുതി അതും കൂടെ ആ റൂമിൽ വെച്ചിട്ടുണ്ട്. അവൾക്ക് അവളോട് തന്നെ ഒരു ഗിൽറ്റി ഫീൽ ആവുന്നുണ്ട്. BS ഫുഡ് കമ്പനിക്ക് അയച്ച റെസ്യൂമെ അവരിത് ഇപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. മെസ്സേജ് വന്നു. ഇത് കുറച്ചു ദിവസം മുന്നേ വന്നായിരുന്നെങ്കിൽ ചേച്ചിയോട് അന്ന് അത്രയും ദേഷ്യം കാണിക്കില്ലായിരുന്നു. ലൈഫിൽ തോറ്റുപോയിന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയി പോയത്. എത്ര സ്നേഹത്തോടെ രണ്ടുപേരും ചെറുപ്പം മുതലേ കഴിഞ്ഞു വന്നതെന്നറിയോ. അവൾ ഇത്രയും വേഗം വളർന്നു പോയതിനാണ് ചേച്ചിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായിരുന്നത്. ഇത്രയും നേരം ഉള്ളിൽ അടക്കി വെച്ച വിഷമങ്ങളെല്ലാം ഒറ്റയടിക്ക് പുറത്തു വന്നപ്പോൾ അവള് ഭയങ്കരമായിട്ടിരുന്ന് കരയുകയാണ്. അപ്പൊ ജോക്കു ഓടി വരും. അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ട്. പക്ഷെ അവനവന്റെ അമ്മയെ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ലല്ലോ. സണ്ണാണെങ്കിൽ ഫ്രണ്ടിന്റെ അടുത്ത് കുറെ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോഴേ അവന് മനസ്സിലായി അവന് നല്ല വിഷമൊക്കെ ഉണ്ട്. പുറത്ത് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. ചേട്ടനാണെങ്കിൽ ഒരു കുഞ്ഞുള്ള കാര്യമൊക്കെ അവൻ പറയാണ്. മാത്രല്ല മരിക്കുന്നതിന്റെ തലേ ദിവസം ചേട്ടൻ അവനോട് എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്ന് ടെക്സ്റ്റ് അയച്ചായിരുന്നു. അവനെ മാത്രമാണ് അവസാനമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഞാനവിടെ എടുക്കാതിരുന്നേ. ഞാൻ ഫോൺ എടുത്തില്ല. വാശിയായിരുന്നു എനിക്ക്. എന്നാൽ എന്റെ ചേട്ടൻ എന്നോട് എന്തായിരിക്കും പറയാനുണ്ടായിരുന്നത്? അതാലോചിച്ച് അവന് നൈറ്റ് ഉറക്കം പോലും കിട്ടുന്നില്ല. പോയി തുടങ്ങി. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ചോക്ക് വന്നതിന് ശേഷം ഒന്നിനും അവൾക്ക് ടൈം കിട്ടാറില്ല. വീടെല്ലാം മെസ്സിയാണ്. അവള് പുതിയൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന BS ഫുഡ് കമ്പനിയിലേക്ക് നല്ലൊരു റെസിപ്പി വേണം. സിമ്പിൾ ആയിരിക്കണം, പക്ഷെ യുണീക്കും ആയിരിക്കണം. അത് മേക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് അവള് ജോക്കുവിനെയും കെയർ ചെയ്യേണ്ടത്. കഷ്ടപ്പെട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവൻ കഴിക്കണ്ടേ. കഴിപ്പിക്കാനാണ് ഏറ്റവും പാട്. അത് മാത്രല്ല കഴിച്ചിട്ട് എവിടെയെങ്കിലും തുപ്പിയും വെക്കും. ആകെ ആശ്വാസം ഈ ഫ്രണ്ട് വന്നപ്പോഴാണ്. രണ്ടുപേരുടെയും കോലം കണ്ട് ഇവളാണ് ശരിക്കും ഞെട്ടിപ്പോയത്. അത് ഇനി വിചാരിക്കും പോലെ പാരന്റിങ് അത്ര ഈസി ന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ കുളിയും നനയും എല്ലാം കഴിഞ്ഞ് ജോക്കുവിനെ നോക്കിയപ്പോ അതേ ഫ്രണ്ടും ടയർഡായി പോയി. അതുകൊണ്ട് അവൾക്കും മനസ്സിലാക്കാൻ പറ്റി കുഞ്ഞുങ്ങളെ അകലേന്ന് കാണാൻ ക്യൂട്ടൊക്കെയാണ്, പക്ഷെ വിചാരിച്ച പോലെ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റില്ല. സൺ ഇപ്പൊ താമസിക്കുന്ന വീടുണ്ടല്ലോ, അത് പുതുക്കി പുതിയൊരു അപ്പാർട്ട്മെന്റിന്റെ രീതിയിലേക്ക് മാറ്റണം. അതിന്റെ തിരക്കാണ് അവന്. TV, കബോർഡ്, കിച്ചൺ എല്ലാ കാര്യങ്ങളും അവന്റെ ഇഷ്ടം പോലെയാണ് പണിയിപ്പിക്കുന്നത്. ഇത് ഓൾഡ് ഹൗസ് ആണ്. ഇവിടെ നീ വിചാരിക്കും പോലെ പ്ലംബിംഗ് വർക്ക് എല്ലാം നടത്താൻ നോക്കിയാൽ നീ ആയിരിക്കും പെട്ടുപോവാ. അത് ആകെ പ്രശ്നമാവും. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ നിനക്ക് തന്നെയായിരിക്കും എട്ടിന്റെ പണി കിട്ടുക. ഈ സീനിയർ ആണെങ്കിൽ അവന് കുറച്ച് അഡ്വൈസ് എല്ലാം കൊടുത്തതാണ്. പക്ഷെ അവൻ അതൊന്നും സമ്മതിക്കില്ല. എല്ലാം നമുക്ക് ശരിയാക്കാം, ഇത് ഒരൊറ്റ ദിവസത്തെ പണിയല്ലേ ഉള്ളൂ. കെട്ടിയത് ഹ്യൂജിൻ അപ്ലൈ ചെയ്ത ആ കമ്പനി ഉണ്ടല്ലോ BS ഫുഡ്, അതിന്റെ ടീം ലീഡർ ആണ് ഈ ചെക്കൻ. ഇവന്റെ പേരാണ് പാർക്ക്. കമ്പനിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന മുതലുണ്ട്. അമ്മാതിരിയാണ് അവന്റെ കുക്കിംഗ് സ്റ്റൈല്, പാഷൻ. സോ ബോർഡ് മെമ്പേഴ്സിന് എല്ലാവർക്കും തന്നെ അവന് ഇഷ്ടമായി. ഈ ടീമിലേക്കാണ് ഇവര് പുതിയ ഒരാളെ ഹയർ ചെയ്യുന്നത്. കാൻഡിഡേറ്റ് ലിസ്റ്റ് എല്ലാം അവൻ എടുത്തു കൊടുക്കുമ്പോ അവൻ ഒരാളെ സ്പോട്ട് ചെയ്യും. വേറെ ആരല്ല, നമ്മുടെ ഹ്യൂജിൻ. ഇവര് തമ്മിൽ മുന്നേ തന്നെ അറിയാമെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ ലൈറ്റ് ആയിട്ട് അവളോട് എന്തോ ഒരു ക്രഷ് പോലെ. ഇന്റർവ്യൂവിന് വേണ്ടി അവൾ ഒത്തിരി റിസർച്ച് നടത്തുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, രാത്രി പകൽ എന്നൊന്നില്ലാതെ. കാരണം 3 വർഷം മുമ്പ് ഇതേ കമ്പനിയുടെ ഫൈനൽ ഇന്റർവ്യൂലാണ് അവള് ഫെയിൽ ആയത്. ഇത്തവണ അങ്ങനെ ഉണ്ടായിക്കൂടാ. ഷെന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്കുള്ള പ്ലംബിംഗ് വർക്കെല്ലാം ഇന്ന് നടക്കും. ഇന്നാണ് ആ ഡേറ്റ്. അവനിപ്പോ രാവിലെ എഴുന്നേറ്റ് അതിന്റെ തിരക്കിലാണ്. ഇപ്പൊ എവിടെ ചോക്ലേറ്റ് കണ്ടാലും അപ്പൊ നമ്മുടെ ജോക്കുന് ഓർമ്മ വരും. പക്ഷെ ഒരു പണി കിട്ടിയത് എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് നിമിഷം ഫ്രണ്ട് കോൾ ചെയ്തു. കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് ഇന്ന് വരാൻ പറ്റില്ല. അവളുടെ ഓഫീസിൽ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. എടി ഞാൻ ജോലി രാജിവെച്ചാലോ എന്ന് ചോദിച്ചാ ഇവളാണ് വേണ്ടെന്ന് പറയാ. ഫ്രണ്ടാന്ന് വെച്ചാൽ അവൾ എങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുക? എന്ത് ചെയ്യും? നെയ്ബേഴ്സിനെ ആരെങ്കിലും ഏൽപ്പിച്ച് പോവാന്ന് നോക്കിയാ അവർക്കാണെങ്കിൽ അവരുടേതായ വേറെ കുറെ തിരക്കുണ്ട്. ലാസ്റ്റ് നിമിഷം പറഞ്ഞോണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും തന്നെ അവൈലബിളും അല്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വഴി മാത്രമാണ് തെളിയുന്നത്. അവനൊരു അങ്കിൾ ഉണ്ടല്ലോ. സണ്ണിനൊരു മെസ്സേജ് അയക്കുകയാണ്. അത്യാവശ്യം നീ പെട്ടെന്ന് ഓടി വരണം. മെസ്സേജ് കിട്ടിയപ്പോ ഇവനും ടെൻഷനായി പോയി. എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ ചെന്ന് നോക്കിയാ ഹ്യൂജിൻ അത്രയും കാര്യമായിട്ട് ബെഗിങ് ആണ്. വെറും 3 മണിക്കൂർ മാത്രം നീ നോക്കിയാൽ മതി. ജോക്കാണി അവനെ കാണുമ്പോഴേക്കും അവന്റെ പാൻസിലെല്ലാം പോയി പിടിച്ചു വലിക്കും. കണ്ടോ നിന്നോട് മാത്രമേ അവന് അറ്റാച്ച്മെന്റ് ഉള്ളൂ. എന്റെ കൈ പൊട്ടിയത് നീ കാരണല്ലേ. പ്ലീസ് ഈ ഒരു സിറ്റുവേഷനിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അവൻ ആ വീട് നോക്കുമ്പോ തന്നെ അവളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. ആകെ അലങ്കോലാണ്. കുഞ്ഞിനെ നീയല്ലേ നോക്കാൻ നേറ്റത്, പിന്നെന്താ ഇപ്പോ? ഹ്യൂജിനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് ചെന്ന ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് നീ കേട്ടിട്ടില്ലേ? നീ അവന്റെ അങ്കിൾ. നമ്മൾ തമ്മിൽ ഒരു കെട്ടുണ്ടല്ലോ, ഒരു ബന്ധം ഉണ്ടല്ലോ. സൺ അപ്പൊ തന്നെ ഓർത്തു നോക്കും. എന്ത് കെട്ട്, എന്ത് ബന്ധം? ആ പാക്കേജിന്റെ കെട്ടഴിച്ച് ഇവനെ ഹെൽപ്പ് ചെയ്തത് ഇവളാണല്ലോ. ആ ഒരു ബന്ധം. ഈ ഒരു ഗ്യാപ്പിൽ അവൾ എസ്കേപ്പ് ആയി. ബായ് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഇനി അവന് ഊരാനൊന്നും പറ്റില്ലാത്തോണ്ട് ആ വീടെല്ലാം ചുറ്റി കാണുവാണ്. ചേട്ടനും ചേച്ചിയും ജോക്കും അവരുടെ ആ ഒരു മുറി. അവിടെ ഫുൾ സൈലൻസ് ആയതുകൊണ്ട് ഇവരും അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ജോക്കുനെ തൂക്കി എടുത്തോണ്ട് ഇവന്റെ ഫ്ലാറ്റിലേക്ക് പോവാണ്. ദേ നോക്കിക്കേ,
നീ 3 കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. അനങ്ങാതിരിക്കണം, കരയാതിരിക്കണം, മിണ്ടാതിരിക്കണം. കേട്ടല്ലോ എന്ന് ചോദിച്ചാ അവനിപ്പോ തന്നെ തലയാട്ടും. ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാ എസ് പറയും. സണ്ണിനാണ് അത്ഭുതം, ഇവൻ ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്തോ. ഇവിടെ BS കമ്പനി ഫോക്കസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള മീൽസിലാണ്. കാരണം ഇപ്പൊ ആർക്കും സമയമില്ല. സോ കാൻഡിഡേറ്റ്സിൽ ആരാണോ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം കൊണ്ടുവരുന്നത് അവർക്കായിരിക്കും കൂടുതൽ ചാൻസ് ജോബ് കിട്ടാൻ. ഹ്യൂജിനും പ്രിപ്പയർഡ് ആണ്. അവളുടെ ചേച്ചി ഒരു സിമ്പിൾ മീൽ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അവൾക്കും അത് ഇഷ്ടമാണ്. നല്ല മഴയുള്ളപ്പോ കോണും ചീസും എല്ലാം വെച്ചുള്ള ഒരു ഡിഷ്, അതാണ് അവളുടെ മെയിൻ ഐറ്റം. ഈസി ആൻഡ് സിമ്പിൾ. ഇപ്പൊ കുഞ്ഞിന് ഫുഡ് കൊടുക്കണമല്ലോ, എന്ത് കൊടുക്കാന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തവനിപ്പോ വാങ്ങിയിരിക്കുന്നത് ബർഗർ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ചോക്കോനാണെങ്കിൽ കൊടുത്തു നോക്കിയപ്പോ അവൻ അതെല്ലാം ഇഷ്ടാവുന്നുണ്ട്. നല്ല ചിരിയും കളിയും. കൂട്ടത്തിൽ സണ്ണിനെ നോക്കി പപ്പ എന്നൊരു വിളി വിളിക്കും. അത് അവൻ എത്ര ഫീൽ ആയി എന്നറിയോ. മനസ്സൊക്കെ മെൽറ്റ് ആയി തുടങ്ങിക്കഴിഞ്ഞു. ലൈഫിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു തരം ഫീലിങ്സ് വന്ന് തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്കും ദേ ചെക്കൻ കുടിക്കാൻ വെച്ചിരുന്ന ഡ്രിങ്ക്സ് ബോട്ടിലുണ്ടല്ലോ അത് തട്ടിമറിച്ചു. ബോട്ടിലാക്കി കൊടുത്ത വാം മിൽക്ക് അതേ തറയിലൊഴിച്ചു. അവൻ ഓടി വന്നത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ടേബിളിലിരുന്ന ഡെക്കോർ ഐറ്റംസ് എല്ലാം തന്നെ നിലത്തിട്ടു. കബോർഡ് കുലുക്കി മറിച്ച് സാധനങ്ങളൊക്കെ താഴെ വീണോണ്ടിരിക്കുകയാണ്. നേരത്തെ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഒപ്പം കൊടുത്ത കുറച്ച് സോസ് ഉണ്ടായിരുന്നല്ലോ, അത് ഫേസില്, ഡ്രസ്സില് മാത്രമല്ല ബെഡിലും തേച്ച് ഉരച്ചാണ് പിടിപ്പിക്കുന്നത്. ഇവനാണെങ്കിൽ വീടെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണമെന്ന് വലിയ നിർബന്ധമുള്ള ആളാണല്ലോ. ഇതെല്ലാം കണ്ട് ടെൻഷനായിട്ട് ഒരൊറ്റ അലർച്ചയായിരുന്നു. അതോടെ ജോക്ക് കരയാനും തുടങ്ങി. നാട്ടുകാരെല്ലാം ഇറങ്ങി വന്നു. ഇനി അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്. ചെക്കൻ എപ്പോ അപ്പിയിടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ നിന്ന് വിളിച്ചിട്ടുമുണ്ട് അർജന്റായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന്. അവിടെ അവനെ തൂക്കിയെടുത്തോണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ജോക്കു കൈകൊണ്ട് തട്ടി ഇവന്റെ ഫോൺ ആണെങ്കിൽ താഴെ വീണു. ഭാഗ്യമൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആശ്വസിക്കുന്നതിന് മുന്നേ തന്നെ ദേ ഒരു കാർ ഇടിച്ച് അത് പീസായി. അവന് വന്ന ദേഷ്യം എല്ലാം തന്നെ ഹ്യൂജിനോടാണ്. അവളാണെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തോ ഒരു ആൾക്കൂട്ടം. നോക്കുമ്പോ കുഞ്ഞു ജോക്കു അവിടെ വെച്ചിരിക്കുന്ന ഫുഡ് സ്റ്റാളെല്ലാം തകർക്കലാണ് ഈ കാണുന്നത്. പോപ്കോൺ ഒക്കെ വാരി നിലത്തിട്ടതേ ഇരിക്കുന്നു. അതിനിടയ്ക്ക് സണ്ണം വന്ന് ഹണി നമ്മുടെ മോനെ കണ്ടോ, അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കണ്ടോന്ന് ചോദിച്ചൊരു ചിരിയും. ഇതവൻ മനഃപൂർവ്വം അവളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അവന് മാത്രം പണി കിട്ടിയ പോരല്ലോ, ഇവൾക്കും കൊടുക്കണ്ടേ. സോ അവള് നല്ല കലിപ്പിട്ട് അവനോട് വഴക്ക് പറഞ്ഞോണ്ട് വരുമ്പോ ഈ സാധനത്തിന് നീ തന്നെ പിടിച്ചോ, എനിക്കൊന്നും വേണ്ട. ആകെ ചെളിയായി വൃത്തിയില്ലാത്ത രീതിയിലാണ് കുഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നേ? സണ്ണം തർക്കിക്കുകയാണ്. അപ്പൊ എന്റെ അവസ്ഥയോ? രണ്ടുപേരും അത് ഇതും പറഞ്ഞ് ഭയങ്കര വഴക്കിടുമ്പോ അവിടെയാണെങ്കിൽ കുഞ്ഞിനെ കാണാനില്ല. കുഞ്ഞ് മിസ്സിംഗ് ആണ്. കുറച്ചു മാറി വലിയൊരു ഫൗണ്ടൈൻ ഉണ്ട്. ആ വെള്ളത്തിനിടയിലൂടെ കുഞ്ഞാണെങ്കിൽ ഓടിക്കളിച്ച് നടക്കുകയാണ്. വേഗം പോയി എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ആ വെള്ളത്തിൽ നനയാൻ പറ്റില്ല. പബ്ലിക് പ്ലേസും കൂടിയാണ്. പക്ഷെ ജോക്കുനെ പിടിക്കണ്ട എങ്ങനെയും. നിവർത്തിയില്ലാതെ രണ്ടുപേരും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിൽ നിന്ന് പിടിച്ച് അവനെ പിടിച്ച് കരയ്ക്ക് കയറ്റി. അവൾക്ക് ഇവനോട് ദേഷ്യാണ്. സെയിം പോലെ തന്നെ ഇവൾക്ക് അവനോടും ദേഷ്യാണ്. രണ്ടുപേരും തെറിയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ വീടെത്തി ജോക്കുനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോ അവന്റെ അങ്കിളിന്റെ കുറ്റം തന്നെയാണ് കൊച്ചു കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ രക്ഷപ്പെട്ടു എന്നോർത്ത് സണ്ണ് അന്നത്തെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷെ നെക്സ്റ്റ് ഡേ റീവർക്ക് വേണ്ട വിധത്തിൽ നടന്നില്ല. പൈപ്പ് പൊട്ടിട്ടുണ്ട്. അവന്റെ റൂമിൽ മൊത്തം വെള്ളം കയറി ആകെ ലീക്കാണ്. കോൺട്രാക്ടറും കൈയൊഴിഞ്ഞു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. 1 മാസം വേണം റീവർക്കിന്. അത് മാത്രമല്ല അവന്റെ ഫോൺ പൊട്ടിയില്ല. അത് കാരണം വിചാരിച്ച പോലെ ഒരു കാര്യങ്ങളും നടന്നില്ല. മൊത്തം കംപ്ലൈന്റ്സ് ആണ്. അടുത്തുള്ള ഫ്ലാറ്റുകാര് മാനേജ്മെന്റിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ പെയിന്റ്സ്, ടൈൽസ്, സോഫ എല്ലാം ഓർഡർ ചെയ്തത് ഓൺ ദ വെയിലും. ലീക്കേജ് വന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഒരു വീട്ടില് ഇത്രയും സാധനങ്ങൾ എങ്ങനെ വെക്കുക? അവൻ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഹ്യൂജിനെ മാത്രമാണ്. അവള് കാരണം എല്ലാം ഫ്ലോപ്പായി. ഇനി 1 മാസം നോക്കണ്ട, എവിടെ സ്റ്റേ ആക്കും. കുറെ ഹോം സ്റ്റേക്കാരെ വിളിച്ചു നോക്കി. പക്ഷെ എല്ലാം ഒടുക്കത്തെ റേറ്റും അത് മാത്രമല്ല കുറെ ലോങ്ങും. ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ പെട്ടി എല്ലാം പൊക്കി നേരെ വന്നത് നമ്മുടെ ജോക്കുന്റെ വീട്ടിലേക്കും. ഹ്യൂജിനൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താ എന്റെ ഫ്ലാറ്റിലേക്ക് ഇത്രയധികം കൊറിയർസ് വരുന്നത്? ഈ ബോക്സ് ഒക്കെ ആരയച്ചതാന്ന് നോക്കി. ആ ബോക്സ് മാത്രമല്ല അതിന്റെ കൂടെ ഒരു അങ്കിളും ഉണ്ട്. ജോക്കുന്റെ അങ്കിള്. എന്താ ഇതൊക്കെ ഒന്നും മനസ്സിലാവാതെയാണ് അവളെ നിക്കുന്നേ. നീയല്ല പറഞ്ഞ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, കൊച്ചിനെ കാണാൻ, കൊഞ്ചിക്കാന്നൊക്കെ. അത് പക്ഷെ കൊച്ചിന്റെ ആന്റി കൂടെ അവന്റെ കൂടെ ഉള്ള കാര്യം നീ മറന്നോന്ന് ചോദിച്ചാ അവനിപ്പോ കുറച്ച് ക്ലോസ് ആയിട്ട് അടുത്തേക്ക് വരും. നമ്മള് തമ്മിൽ ഒരു കെട്ടുപോണ്ടുണ്ടല്ലോ. അവള് സമ്മതിക്കാതെ നിൽക്കുമ്പോ ജോക്ക് കാരണം അവനുണ്ടായ നഷ്ടങ്ങളോട് കണക്കെടുത്ത് കാണിക്കുകയാണ്. മൊത്തം ഒരു 5 lakhs അധികം ചെലവ് വരും. ആ കാശ് നീ തന്നേക്ക, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. മാത്രല്ല ഇതെന്റെ ചേട്ടന്റെ കൂടെ ഫ്ലാറ്റ് അല്ലേ, എനിക്ക് ഇവിടെ താമസിക്കാൻ നിന്റെ ആവശ്യം വേണമെന്ന് തോന്നുന്നില്ല. ജോക്കുമാരുടെ പെർമിഷൻ മാത്രം മതി. മോനെ അങ്കിളിലൂടെ താമസിക്കാൻ നിനക്ക് എസ് അല്ലേ എന്ന് ചോദിച്ചാ കൊച്ചാണെങ്കിൽ യെസ് എന്ന് മാത്രം പറയും. മതി ധാരാളം,
അത്രയും പെർമിഷൻ മതി. അവൻ അവന്റെ സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങി. അവളാണെങ്കിൽ ഹാളിലിരുന്ന് വെയിറ്റ് ചെയ്ത് ഇതാണെങ്കിൽ തീരുന്നുമില്ല. അന്ന് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ നേരം വെളുത്തു. എഴുന്നേറ്റ് നോക്കിയ ബ്രേക്ക്ഫാസ്റ്റ്, മിൽക്ക്, ജോക്കോനുള്ള ഫുഡ് എല്ലാം തന്നെ ടേബിളിൽ റെഡി ആയി കഴിഞ്ഞു. മാത്രമല്ല കൊച്ചിന്റെ ആന്റിക്കുള്ള കോഫിയും അവൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു എക്സ്പേർട്ട് ചെയ്യുന്നത് പോലെ അത്രയ്ക്ക് നീറ്റ് ആൻഡ് ഫ്രഷ്. ബ്രഷ് ചെയ്യാനായിട്ട് വാഷ്റൂമിൽ കയറി നോക്കി അവിടെയൊക്കെ വെട്ടിയാണ് തിളങ്ങുന്നത്. ചെളി പോലും ഇല്ല. ഓരോ തിങ്സും അതിന്റേതായ ഭംഗിയിൽ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. വീടെല്ലാം തന്നെ ക്ലീൻ ആണ്. അത് മാത്രമല്ല ജോക്കുന്റെ ഡ്രസ്സ്, ടവൽസ് എല്ലാം വൃത്തിയാക്കി ഡ്രൈ ആക്കാനും ഇട്ടു. അതെല്ലാം ചുറ്റി കാണുമ്പോ ഹ്യൂജി വന്നത് എന്തുകൊണ്ട് നന്നായി എന്നാണ് അവൾക്ക് തോന്നുന്നത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മാത്രമല്ല ജോക്കു ആണെങ്കിൽ അവന്റെ അടുത്ത് അത്രയ്ക്ക് ഹാപ്പിയാണ്. ഭയങ്കര കൂട്ടായി രണ്ടുപേരും. വീട് തന്നെ അവൻ ഒറ്റ ദിവസം കൊണ്ട് മാറ്റിക്കളഞ്ഞു. അപ്പൊ ഡബിൾ സന്തോഷം പോലെ അവൾ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ഇല്ലേ, അതിൽ പാസ്സായി എന്നുള്ളൊരു മെസ്സേജ്. ആരോട് പറയാനാ സന്തോഷത്തിൽ ഓടിപ്പോയി ജോക്കുനെ ഹഗ് ചെയ്യും. ആന്റിക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയുമ്പോ ഈ സങ് ആണ് അവനെ കൊണ്ട് ക്ലാപ്പ് ചെയ്യിപ്പിക്കുന്നത്, ആന്റിക്ക് വിഷ് കൊടുപ്പിക്കുന്നത്. ജോക്കോ അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഗുഡ് ബോയ്. അവനും ഓൾ ദി ബെസ്റ്റ് എല്ലാം കൊടുക്കുകയാണ്. ഇനി ഹ്യൂജിൻ പുറത്തു പോകുമ്പോ ടാറ്റ വരെ കൊടുപ്പിക്കും. അവളാണെങ്കിൽ നേരെ പോകുന്നത് ഫ്രണ്ടിന്റെ അടുത്ത്. ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. നിനക്ക് അവനെ യൂസ് ചെയ്തൂടെ? ഒരു മെയ്ഡ് പോലെ ഇത്ര നന്നായിട്ട് പണിയെടുക്കില്ല. മാത്രമല്ല കുഞ്ഞിനെ നോക്കുന്നില്ലേ? അതെല്ലാം തന്നെ ശരിയാണ്. പക്ഷെ അൺമാരീഡ് ആയിട്ടുള്ള രണ്ടുപേരെങ്ങനെ ഒരു വീട്ടിൽ താമസിക്കും? ശരിയാവില്ല എന്ന് തോന്നി അവളാണെങ്കിൽ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഡേ കെയർസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഉണ്ട്, പക്ഷെ അന്യായ പൈസയാണ്. അവൾക്ക് ഇപ്പോഴല്ലേ ജോലി കിട്ടിയത്, പിന്നെ ഇങ്ങനെ ശരിയാവും? സങ്ങിന്റെ അവസ്ഥ മോശമാണ്. ഒരു മാസമെങ്കിലും അവിടെ സ്റ്റേ അടിച്ചു കഴിഞ്ഞാൽ റെന്റ്, സ്റ്റോറേജ് എല്ലാ പൈസ അവന് ലാഭിക്കാം. ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട് നിനക്ക് അവളോട് അങ്ങനെ താമസിക്കുമ്പോ വല്ല പ്രണയം തോന്നിയാലോ എന്ന്. പക്ഷെ അവൻ ഒരിക്കലും ഇല്ലെന്നാണ് റിപ്ലൈ കൊടുത്തത്. അവൾക്കാണ് എന്നെ ഇപ്പൊ ആവശ്യം. എസ്പെഷ്യലി അവൾക്ക് ഇപ്പൊ ജോലി കിട്ടിയിരിക്കുന്ന ടൈമാണ്. ഞാനില്ലാതെ അവൾക്ക് പറ്റില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ. 10 മിനിറ്റിനുള്ളിൽ എനിക്കിപ്പോ കോള് വരും. ബെറ്റ് വരെ വെച്ചാണ് അവൻ നോക്കിയിരിക്കുന്നത്. കറക്റ്റ് 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് അവളുടെ ഒരു മെസ്സേജ്. നമുക്ക് തമ്മിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാനുണ്ട്. നീ വേഗം ഫ്ലാറ്റിലേക്ക് വന്നു. കാര്യം ഇത്രയേ ഉള്ളൂ. 9 മണി തൊട്ട് 5 മണി വരെ ജോക്കുനെ നീ നോക്കണം. എന്റെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്തോളാം. അവൻ ഡൺ പറയുന്നതിന് മുന്നേ തന്നെ വാട്ടർ, ഗ്യാസ് എല്ലാത്തിന്റെ ബില്ല് ഷെയർ ഇട്ടോണം. അതും അവൻ സമ്മതിച്ചു. അങ്ങനെയാണ് ആ എഗ്രിമെന്റിൽ സൈൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത ഡീലാവുന്നത് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്.